അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് യാതൊരു മുന്നൊരുക്കം കൂടാതെയാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ വന്നത്. അത് ആ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാമോ? അതായത് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്കീമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും PM ശ്രീ കേരളം ഒപ്പിട്ടു എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് 2023 മുതൽ 2027 വരെയുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അത് 3 സംസ്ഥാനങ്ങൾ ഇത്രയും നാളായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളായിരുന്നു. അതായത് സംഘപരിവാർ നയങ്ങളാണ് അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാണ് ഇടതുപക്ഷം ഇത് എതിർത്തിരുന്ന എന്നൊക്കെയാണ് പത്രവാർത്തകളിലൂടെ മനസ്സിലാക്കാൻ പറയുന്നത്. ആരും എന്നെ കമന്റ് ബോക്സിലൊന്നും ചീത്ത പറയുന്നത് നമ്മളൊരു രാഷ്ട്രീയക്കാരനുമല്ല. അപ്പൊ നാം ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ആദ്യമായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ ഒരു വാർത്ത കാണാം. അതായത് PM ശ്രീയിൽ കേരളം ഒപ്പിട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത കണ്ടു. കേന്ദ്രം തടഞ്ഞു വെച്ച 1500 കോടി രൂപ ഉടൻ സംസ്ഥാനത്തിന് കൈമാറും. അതിനുശേഷം അടുത്ത വാർത്തയാണ് PM ശ്രീയിൽ കേരളവും, അതായത് CPയുടെ എതിർപ്പ്, അതായത് LDFിലെ പ്രമുഖ ഘടകകക്ഷിയായ CPയുടെ എതിർപ്പ് അവഗണിച്ചു ഒപ്പുവെച്ചു എന്നും പറഞ്ഞാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എന്നൊക്കെ പറഞ്ഞാണ് ഒപ്പ് വന്നാക്കണത്. അങ്ങനെ എനിക്ക് അതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇത് മാതൃഭൂമിയിൽ, നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ, അങ്ങനെ എല്ലാ ചാനലുകളിലും വന്നിട്ടുണ്ട്. ബിനോയ് വിശ്വം, അതായത് CPയുടെ നേതാവ് ബിനോയ് വിശ്വം പറയുന്നത് PM ശ്രീ എന്ന് പറയുന്ന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചെന്ന വാർത്തകൾ സത്യമാണെങ്കിൽ ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത് നമ്മുടെ T സിദ്ദിഖില്, നേരത്തെ വയനാട് MP ആയിരുന്ന അദ്ദേഹം, വയനാട് MP ആയിരുന്നില്ല, അദ്ദേഹം ആയിരുന്നു കോൺഗ്രസിന്റെ നേതാവാണ്, വലിയ നേതാവാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഈ വാർത്ത കൊടുത്താക്കണ കേട്ടാ, വാർത്തയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് ഇത് കാണാം. അതായത് മുന്നണിയിലെ CPIക്കും സ്വന്തം പാർട്ടിക്കാർക്കും LDFിൽ പുല്ലുവില, PM ശ്രീയിലൂടെ സംഘപരിവാർ വിഷം സിലബസിൽ നിറയും, വഴിമരുന്നിടുന്നത് CPM, T സിദ്ദിഖ് എന്ന് പറയാൻ അവര് വാർത്ത കൊടുത്താക്കണം. ഇത് അവര് കൊടുത്താക്കണ വാർത്ത ചെയ്യാനട്ടാ, ഞാനല്ല പറയുന്നത്. അപ്പൊ എന്നെ വന്ന് കമന്റ് ബോക്സിൽ ചീത്ത പറയരുത്. ആ വാർത്ത നിങ്ങളുടെ മുമ്പിൽ വായിച്ചു എന്നുള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചു, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വന്നിട്ട് എന്താണ് ഈ PM ശ്രീ, അതായത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, അഥവാ അല്ലെങ്കിൽ ഇതിലൂടെ കേരളത്തിന് എന്ത് ലഭിക്കും, എന്തുകൊണ്ടാണ് എതിർപ്പ്, എന്താണ് വിശദമായ കാര്യങ്ങൾ, ഈ പദ്ധതി എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് വിചാരിച്ചു. അതായത് നാളെ രാവിലെ 7 മണി കോഫി വിത്ത് അരുൺ എന്നും പറഞ്ഞിട്ടും റിപ്പോർട്ടർ ചാനലിൽ ഒരു പരിപാടി ഉണ്ട്. രാവിലെ തന്നെ അരുൺ സാറിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനകത്ത് അദ്ദേഹം എന്താ പറയുന്നത്, ഈ PM ശ്രീയിൽ മുന്നണിയുടെ ശ്രീ തകരുമോ, അതായത് LDFിന്റെ ശ്രീ തകരുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചയൊക്കെ ഉണ്ടെന്നാണ് വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ വാർത്ത കണ്ടിട്ടാണ്. അപ്പൊ ഈ വാർത്തകളെ ബേസ് ചെയ്തിട്ട് കേരളം ഇതിനകത്ത് ഒപ്പിട്ടു എന്നാണ് വാർത്തകളിൽ പറയുന്നത്. അപ്പൊ നാം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ വാർത്തയാണ്. എന്താണ് PM ശ്രീ, ഇതിലൂടെ കേരളത്തിന് എന്ത് ലഭിക്കും, എതിർപ്പ് എങ്ങനെ. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് മോശമാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കഴമ്പ് കാമ്പ് ഉണ്ടെങ്കിൽ ഉണ്ടാകും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചെറിയ പോരായ്മകൾ ശ്രമിക്കണം. അപ്പൊ നാം എന്താണ് ഇതെന്ന് വിശദമാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഒരു മുന്നൊരുക്കില്ലാതെ വീഡിയോയിൽ തൊട്ട് വന്നത്. അപ്പൊ നിങ്ങൾ ഇത് എന്താന്ന് നോക്കാം. PM ശ്രീ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയാണ്. 14,500-ൽ പരം അധികം സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ സംരംഭം ഓരോ ബ്ലോക്കിലെയും തെരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്നതാണ് പദ്ധതി. വിദ്യാഭ്യാസത്തിൽ വർഗീയതയുണ്ട്, വാണിജ്യവൽക്കരണവും ആരോപിച്ചാണ് ഇടതുപക്ഷവും രാഷ്ട്രീയപരമായി നയപരവുമായി ഈ പദ്ധതി എതിർത്തിരുന്നത്. 2023 മുതൽ 2027 വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണിത്. ഓരോ ബ്ലോക്കിൽ 2 സ്കൂൾ PM ശ്രീയായി വികസിപ്പിക്കും. കഴിഞ്ഞ 3 വർഷമായി കേരളം പദ്ധതി നടപ്പാക്കിയിരുന്നില്ല എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ, ഞാൻ പറയുന്നതല്ല. ഒരു സ്കൂളിന് ശരാശരി 1,13,00,000 രൂപയാണ് ചെലവഴിക്കുക. കേന്ദ്ര സംസ്ഥാന വിഹിതം 60-40 എന്ന അനുപാതത്തിലായിരിക്കും ചെലവ് വഹിക്കുക. അതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂളുകൾ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണമോ എന്നതാണ് CPയുടെ ചോദ്യം CPMനോട്. പദ്ധതി നടപ്പിലാക്കാനുള്ള ശുപാർശയ്ക്ക് മുമ്പ് മന്ത്രിസഭയിൽ എത്തിയപ്പോൾ CP എതിർത്തതിനാൽ അന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. തമിഴ്നാടിനെ പോലെ തന്നെ സുപ്രീം കോടതിയിൽ പോകാൻ ആലോചന വന്നെങ്കിലും സമയം പാഴാക്കലായിരുന്നു എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം. എന്നാൽ അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി PM ശ്രീ നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കാൻ മന്ത്രി V ശിവൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി എന്നാണ് ഇവരുടെ വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി വിഷയം വിവാദമാവുകയും CPI പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു.
കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലതാണെന്നാണ് പദ്ധതി നടപ്പാക്കാനുള്ള ന്യായമായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി പറഞ്ഞത്. 1466 കോടി രൂപ എന്തിന് വെറുതെ കളയണം? അത് വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിനെതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. CPIക്ക് എതിർപ്പുണ്ടെന്ന് തോന്നുന്നില്ല. കൃഷി, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളിലൊക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലോ എന്ന് മന്ത്രി വാദിച്ചു എന്നാണ് പറയുന്നത്. PM ശ്രീ ഒരു CPM CPI തർക്കമല്ലെന്നും ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ആശയപരമായ ഒരു വിട്ടുവീഴ്ച പാടില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തി. അതാണ് നേരത്തെ ആ വാർത്തയിൽ ഞാൻ വന്ന് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇങ്ങനെയൊരു പദ്ധതിയിൽ പങ്കാളിയാകുന്നത് ഇടതു സർക്കാരിനെ ഭൂഷണമല്ല. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തതിൽ കേന്ദ്രത്തെ തുറന്നുകാട്ടി ആ ഒരു വാർത്ത പറഞ്ഞ് സമീപിച്ചാൽ ആ പണം ജനങ്ങൾ തരും. ബംഗാളിൽ വികസന പദ്ധതിക്കായി രക്തം ശേഖരിച്ച പാർട്ടിയാണ് CPM എന്ന് ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചതായിട്ടാണ് പത്രക്കാർ എഴുതുന്നത്. RSS തിട്ടൂരത്തിന് വഴങ്ങി രാഷ്ട്രീയ നിലപാടും നയവും ഇടതു സർക്കാർ ബലി കഴിക്കരുതെന്ന് CPI മുഖപത്രത്തിൽ ലേഖനവും വന്നു. CPI നിലപാട് കടുപ്പിച്ചതോടെ PM ശ്രീ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനെ വെച്ചുള്ള തർക്കം ഇടതു മുന്നണി ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ നേരത്തെ അറിയിച്ചതായിരുന്നു. പക്ഷേ CPIയുടെ എതിർപ്പ് അവഗണിക്കാനാവില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി, ആ വാർത്ത ഞാൻ കണ്ടതാണ്ട, പറയുകയുണ്ടായി. അതായത് LDF ഇത് ചർച്ച ചെയ്യുന്നു, മുന്നണിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുക എന്നായിരുന്നു ബേബിയുടെ വാദം. അതായത് MA ബേബി CPIയുടെ ജനറൽ സെക്രട്ടറി. ഇതെല്ലാം മറികടന്നാണ് ഇപ്പോൾ PM ശ്രീയിൽ നമ്മുടെ സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ എതിർപ്പ് എന്താണ്? എതിർപ്പ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലോട്ടായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് PM ശ്രീ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും. ഇതിനോടൊപ്പം PM ശ്രീ എന്ന ബോർഡ് സ്കൂളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം. ഇതിൽ ബ്രാൻഡിങ്ങിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുമാണ് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുണ്ടായിരുന്നത്. അതായത് കേന്ദ്ര സർക്കാർ എന്നുള്ള ബ്രാൻഡിങ്, പ്രധാനമന്ത്രി പടം വെക്കണം എന്ന ഒരു ബ്രാൻഡിങ്ങിനോടാണ് എതിർപ്പുണ്ടായിരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം RSS അജണ്ടയാണെന്നാണ് മുമ്പ് CPM-ഉം CPI-യും ഒക്കെ നിലപാടെടുത്തിരുന്നതെന്നാണ് മാതൃഭൂമിയിൽ പറയുന്നത് കേട്ടോ. ഈ സ്കൂളുകളുടെ സംസ്ഥാന സിലബസിന് പകരം NCERT-യുടെ സിലബസ് അനുസരിച്ചാകും പഠനം ഈ സ്കൂളുകൾ നടത്തേണ്ടത്. ഒരു എന്താ പറയുന്നത്, RSS സങ്കല്പത്തിലുള്ള ഒരു ദേശീയത അടിച്ചേൽപ്പിക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക, സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങളാണ്. അല്ലാതെ ഞാൻ പറയുന്നതല്ല, പത്രത്തിൽ വന്ന വാർത്തയാണ്, അത് പത്രക്കാരോട് ചോദിക്കണം, അല്ലെ ഞാൻ ഉത്തരവാദിത്വം പറയുന്നതല്ല. ഇതിന് പുറമെ സ്കൂളിന്റെ ഘടനയിലും കേന്ദ്രത്തിലെ മാറ്റം ഉണ്ടാകും. കേന്ദ്ര നയമനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം, 3 മുതൽ 5ാം ക്ലാസ് വരെ 2ാം ഘട്ടം, 6 മുതൽ 8 വരെ 3ാം ഘട്ടം, 9 മുതൽ 12ാം ക്ലാസ് വരെ 4ാം ഘട്ടം. അതായത് 5+3+3+4 എന്ന രീതിയിലാണ് കേന്ദ്ര നയത്തിൽ പറയുന്നത്. ഇത് കേരളം അംഗീകരിച്ച വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് പോകുന്നില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ, അതായത് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ 3 സംസ്ഥാനങ്ങളിലാണ് PM ശ്രീ പദ്ധതി ഇതുവരെ നടപ്പിലാക്കിയിരുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഈ 3 സംസ്ഥാനങ്ങളും ഇത്രയും നാളുകളായിട്ടും ഈ ഒരു പദ്ധതി നടപ്പാക്കാത്തത്. ഇതേ തുടർന്ന് സമഗ്ര ശിക്ഷ പദ്ധതി പ്രകാരം ഈ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട പണം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. PM ശ്രീയിൽ കേരളത്തിന്റെ മനം മാറിയെങ്കിലും തമിഴ്നാട് നിയമ പോരാട്ടത്തിലാണ്. അതായത് നേരത്തെ കേസ് കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു. തമിഴ്നാട്, അതായത് സമഗ്ര ശിക്ഷയ്ക്കുള്ള വിഹിതം കേന്ദ്രം തടഞ്ഞപ്പോൾ കോടതിയെ സമീപിച്ച് തമിഴ്നാട് ഫണ്ട് നേടിയെടുക്കുകയായിരുന്നു. അതിനാണ് CPI നേരത്തെ പറഞ്ഞത് ഈ കേരളം അങ്ങനെ തന്നെ ചെയ്യുന്നു. സമഗ്ര ശിക്ഷയ്ക്കായി 2151 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനാൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനനുസരിച്ചുള്ള 25% വിദ്യാർത്ഥി പ്രവേശനം തമിഴ്നാട് നിർത്തിവെച്ചിരുന്നു. പ്രശ്നം മദ്രാസ് ഹൈക്കോടതിയിലേക്കും പിന്നീട് സുപ്രീം കോടതിയിലേക്കും എത്തി. തുടർന്ന് 2 അധ്യയന വർഷങ്ങളായി RTO ഘടകത്തിൽ സമഗ്ര ശിക്ഷയ്ക്ക് തടഞ്ഞു വെച്ച 700 കോടിയിലേറെ രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. അതായത് തമിഴ്നാട് നിയമ പോരാട്ടം നടത്തി അനുവദിച്ചു. അങ്ങനെ അത്തരത്തിലുള്ള ഒരു നിയമ പോരാട്ടം കേരളം നടത്തണമെന്നായിരിക്കും ചിലപ്പോൾ CPI വാദിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അതായത് ഈ വാർത്തയിൽ കൊടുത്തത് എനിക്കപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. ഇപ്പൊ സാധാരണക്കാർക്ക് ഇത് അറിയില്ല എങ്കിൽ ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതായത്
ഈ കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നൊരു പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഓരോ ബ്ലോക്കിലെയും 2 വിദ്യാലയങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. പ്രീ പ്രൈമറി മുതൽ +2 വരെയാണ് ഈ സംഭവം. അത് 4 ഘട്ടങ്ങളിലായിട്ട്, അതായത് 1 മുതൽ പ്രീ പ്രൈമറി മുതൽ 1 മുതൽ അങ്ങനെ 3 മുതൽ 4 വരെ, അതൊരു +2 വരെ 4 ഘട്ടങ്ങളായിട്ടാണ് നടപ്പാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സ്കൂളിലെ ബോർഡ് വരും, NCERT സിലബസ് ആയിരിക്കും പഠിപ്പിക്കേണ്ട, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇവരുടെ മെയിൻ ആയിട്ടുള്ള വാദം എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ഈ സ്കൂളുകളൊക്കെ ഇത്രയും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഇത്രയും വികസിപ്പിച്ചല്ലോ, ആ ഒരു ക്രെഡിറ്റ് എന്തിനാണ് ചുമ്മാ കൊണ്ടുപോയിട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നതാണ് അവരുടെ വാദം. അത് മാത്രമല്ല, ഇതിനകത്ത് പഠിപ്പിക്കാൻ പോകുന്നത് അവരുടെ ഒരു അജണ്ട പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. അവരുടെ ഒരു ആരോപണം. ഇതിനകത്ത് വാർത്തകളുടെ സത്യമൊക്കെ നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പോയി പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നമ്മളൊരു രാഷ്ട്രീയ കക്ഷിയല്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എതിർപ്പ്. ഏതായാലും ഇപ്പൊ ഒപ്പിട്ട് എന്നാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിലയബിലിറ്റിയൊക്കെ അതായത് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഞാൻ യാതൊരു ഉത്തരവാദിത്വം പറയില്ല. ഞാനിപ്പോൾ നിങ്ങളോട് ഈ വന്ന് പറഞ്ഞ കാര്യം മാധ്യമ വാർത്തകളിൽ, ഇപ്പൊ നമ്മുടെ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതിന്റെ ബേസിൽ മാത്രമാണ് കാര്യങ്ങൾ. ആ വാർത്തകളാണ് ഞാൻ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വാർത്തകൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് വിചാരിച്ചിട്ടാണ് യാതൊരു മുന്നൊരുക്കം കൂടാതെ ഇങ്ങനെ വന്ന് ചെയ്തത്. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും കുറവ്, ഞാൻ ഇങ്ങനെയുള്ള സാധാരണ വീഡിയോ ചെയ്ത എന്റെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. സമയം 12:30. ഓക്കെ, ബൈ.